തുടർച്ചയായി 4 ദിവസം നീണ്ടുനിന്ന സെല്ലിംഗ് പ്രഷർ അവസാനിപ്പിച്ച് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 0.39% ഉയർന്ന് 23,176 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും FIS കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റേക്ക് ഓഫ് ലോഡിംഗ് നടത്തി. 8,132 കോടി രൂപയുടെ സെല്ലിംഗാണ് FIS കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 7,900 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്ന് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ്, ആത്തം ഇൻവെസ്റ്റ്മെൻറ്റ്, സിയറ്റ്, HDFC ലൈഫ് ഇൻഷുറൻസ്, L&T ടെക്നോളജി സർവീസ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര സ്കൂട്ടർ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ സർവീസ്, ഓറിയൻറ്റ് ഹോട്ടൽ, പഞ്ചാബ് സിന്ധ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരുന്ന ദിവസമാണ്. ക്വാർട്ടർലി റിസൾട്ട് പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. രണ്ടാമത്തേത്, കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. ഹത്വേ കേബിൾ ആൻഡ് ഡാറ്റാകോമിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 1.3%, 1.3% വർദ്ധിച്ച് 505 കോടിയിൽ നിന്നും 511 കോടിയിലേക്കെത്തി. അതേസമയം നെറ്റ് പ്രോഫിറ്റ് 39% ഇടിഞ്ഞ് 22 കോടിയിൽ നിന്നും 13 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 16.26% നിന്നും 16.3% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 11.5% വർദ്ധിച്ച് 1,237 കോടിയിൽ നിന്നും 1,379 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 42% വർദ്ധിച്ച് 37 കോടിയിൽ നിന്നും 52 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 17.6 നിന്നും 17.8 എത്തുകയും ചെയ്തു. എബിറ്റ 13% വർദ്ധിച്ച് 218 കോടിയിൽ നിന്നും 246 കോടിയിലേക്കെത്തി. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റവന്യൂ 23% ഇടിഞ്ഞു. അതേസമയം കമ്പനിയുടെ ലോസ് 102 കോടിയിൽ നിന്നും 1,400 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ എബിറ്റ ലോസ് 172 കോടിയിൽ നിന്നും 21 കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ആൾ കാർഗോ ഗതി എന്ന കമ്പനി അതിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ടോട്ടൽ കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം 105 കിലോ ടണ്ണിൽ നിന്നും 113 കിലോ ടണ്ണിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നവംബറിൽ 102 കിലോ ടൺ ആയിരുന്നു. IRFC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജാർഖണ്ഡ് കോൾ ബ്ലോക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഫിനാൻസ് ബിഡറായി IRFC എന്ന കമ്പനി മാറിയിട്ടുണ്ട്. 3,167 കോടി രൂപയുടെ ഫിനാൻസ് ബിഡിംഗ് ആണ് കമ്പനി നൽകുന്നത്. ASK ഓട്ടോമോട്ടീവ് എന്ന കമ്പനി കർണാടകയിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഓട്ടോമോട്ടീവ് സ്പെയർ പാർട്ട് മാനുഫാക്ചറിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ അദാനി ഗ്രീൻ എനർജി 48 എന്ന കമ്പനി 57.2 മെഗാവാട്ട് ശേഷിയുള്ള ഒരു വിൻഡ് പവർ പ്രോജക്റ്റ് ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ESG പോയിൻ്റ് ഓഫ് വ്യൂ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇന്ത്യയിലെ ലാർജസ്റ്റ് ലോ എമിഷൻ ഇൻ്റഗ്രേറ്റഡ് ഓപ്പറേറ്റിംഗ് ഫെസിലിറ്റി ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് എന്ന കമ്പനി ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേബിൾ ആൻഡ് വയർ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയായ ഫിനോലെക്സ് കേബിൾ എന്ന കമ്പനി ഫിനോ അൾട്ര എന്ന പേരിൽ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് ഫിനോലെക്സ് കേബിൾ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഹീറോ മോട്ടോർ കോർപ്പ് ഡെസ്റ്റിനി 125 എന്ന പേരിൽ 3 സ്കൂട്ടർ വേരിയൻറ്റുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സുല വൈൻയാർഡിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ വൈൻ ടൂറിസം വഴിയുള്ള കമ്പനിയുടെ റവന്യൂ 11.5% വർദ്ധിച്ച് 16.4 കോടിയിലേക്കെത്തി. അതേസമയം നെറ്റ് റവന്യൂ 0.7% ഇടിഞ്ഞ് 217 കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഇറ്റ്സ് ഓൺ ബ്രാൻഡ് 1% വർദ്ധിച്ച് 195 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഒപ്റ്റിമസ് ഇൻഫ്രാകോം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. തൈവാൻ ബേസ്ഡ് ഡ്രോൺ മാനുഫാക്ചർ കമ്പനിയായ കൺവേ ടെക്നോളജി എന്ന കമ്പനിയുമായി ചേർന്ന് ഒപ്റ്റിമസ് ഇൻഫ്രാകോം എന്ന കമ്പനിയിൽ ഇന്ത്യയിൽ ഡ്രോണുകൾ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. L&T എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള സെക്കൻഡ് മൾട്ടി പർപ്പസ് വെസൽ കമ്പനി ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് L&Tയെയും ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇന്നോവ ക്യാപ്റ്റാപ്പ് എന്ന കമ്പനി അതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ജമ്മു കാശ്മീരിലെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ ആരംഭിച്ചിട്ടുണ്ട്. കമ്പനിക്ക് 5 മാനുഫാക്ചറിംഗ് പ്ലാന്റുകളും 9 ഇൻഡിപെൻഡൻറ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റുകളുമാണ് ഉള്ളത്. മോർപ്പൻ ലബോറട്ടറീസ് എന്ന കമ്പനി മെഡിക്കൽ ഡിവൈസ് ബിസിനസ്സിന് മോർപ്പൻ മെഡിടെക് എന്ന
മെഡിടെക് എന്ന സബ്സിഡറിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ട്രൈഡൻറ്റ് ഗ്രൂപ്പിനെയും നമ്മൾക്കിന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ട്രൈഡൻറ്റിൻ്റെ സിംഗപ്പൂരിലുള്ള സബ്സിഡറി കമ്പനിയുടെ സ്റ്റേക്കുകൾ ട്രൈഡൻറ്റ് ഗ്രൂപ്പ് എൻ്റർപ്രൈസസിൽ ലയിപ്പിച്ച് ഈ സിംഗപ്പൂർ സബ്സിഡിയെ കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റാൻ തീരുമാനിച്ചു. മാൻഗൈൻ്റെ ഫാർമ എന്ന കമ്പനി കൊമേഴ്സ്യൽ പേപ്പർ വഴി ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കൊമേഴ്സ്യൽ പേപ്പർ ഫണ്ട് റേസിൻ്റെ റിഡപ്ഷൻ ഡേറ്റ് ആയിട്ട് ജനുവരി 15 തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് സുദർശൻ കെമിക്കൽസ് എന്ന കമ്പനി. സുദർശൻ കെമിക്കൽസ് എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ സുദർശൻ യൂറോപ്പ് BV എന്ന കമ്പനിയുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്ത് ഈ കമ്പനിയെ ഒരു സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറി കമ്പനിയാക്കി മാറ്റിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.